ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് അഡ്വാൻസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക കോസ്റ്റ് ഷീറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് ഇൻ ഹാൻഡ്, അതായത് ഒരു മാസത്തെ തുടക്കത്തിലുള്ള നമുക്കുള്ള എല്ലാ സ്റ്റോക്കുകളും തന്നിരിക്കുന്നത്. അത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. അതുപോലെ തന്നെ അതേ മാസത്തിൻ്റെ അവസാനത്തിലുള്ള 3 റിസോഴ്സ് തന്നിട്ടുണ്ട്. അതായത് റോ മെറ്റീരിയൽസ് ക്ലോസിങ്, ഫിനിഷ് ഗുഡ്സ് ക്ലോസിങ്, വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിങ്. ഓക്കെ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, പിന്നെ ക്യാരേജ് ഇൻവേർട്സ്, ഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്, സെയിൽസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, തിയറി പാർട്ടൊക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഫോർമാറ്റ് ഇതാണ്. ഒരു പർട്ടിക്കുലർ കോളംസും 2 അമൗണ്ട് കോളമും. ഓക്കെ, അതിൽ നമുക്കിപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഈ കോസ്റ്റ് ഷീറ്റിൽ എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എഴുതിയതിന് ശേഷം അതിൻ്റെ നേരെയുള്ള അമൗണ്ട് നമ്മൾ ഇന്നർ കൊടുത്ത് എഴുതി 25,000. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യണം. അതായത് നമുക്കിവിടെ ഉള്ളത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് 21,800, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നർ കൊടുത്ത് നമ്മളത് എഴുതി വെച്ചു. അതിൻ്റെ കൂടെ ക്യാരേജ്, അതായത് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ള അകത്തേക്ക്, അതായത് നമ്മൾ പുറത്തുനിന്ന് സാധനം മേടിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുവരാനുള്ള ചിലവ്, അപ്പോൾ അങ്ങനെ ചിലവൊക്കെ ആയിരിക്കാം, അതുകൂടെ ആഡ് ചെയ്യണം. 1,200. ചില സമയത്ത് ഫ്രൈറ്റ് ഇൻവേർട്സ് എന്നായിരിക്കും, ഫ്രൈറ്റ് എന്നാണെങ്കിലും അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ക്യാരേജ് ഇൻവേർട്സ് 1,200. ഓക്കെ, ഇത് മൂന്നോടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ സംഭവം താഴെ എഴുതി 48,000 രൂപ. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എഴുതണം. അതാണ് ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്ന റോ മെറ്റീരിയൽസ്, അതായത് 30 ഈ മാസത്തിൻ്റെ തുടക്കവും അവസാനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡേറ്റ് തരുന്നെങ്കിൽ നമ്മൾ നോക്കി അങ്ങനെ എടുത്തോണം. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസ് ഇതാണ് ക്ലോസിങ്. ചില ക്വസ്റ്റ്യൻസ് റോ മെറ്റീരിയൽസ് ക്ലോസിങ്, ഇവിടെ ഓപ്പണിങ് അങ്ങനെ തരാം ബ്രാക്കറ്റിൽ. പക്ഷേ ഇതിപ്പോൾ ഡേറ്റ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാവുന്നുള്ളൂ. സ്റ്റാർട്ടിങ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഓപ്പണിങ്, ആ മാസത്തെ ക്ലോസിങ് തന്നിരിക്കുന്നത് ക്ലോസിങ്, എന്നാൽ റോ മെറ്റീരിയൽസ് ക്ലോസിങ് 26,200 നമ്മൾ ലെസ് ചെയ്തു. നമുക്ക് കിട്ടിയ ഉത്തരം നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി 21,800 രൂപ. ഇനി അതിൻ്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. അങ്ങനെ ഡയറക്റ്റ് എന്ന് വരുന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് വിടുക. നമ്മൾ ഡയറക്റ്റ് വേജസ് 17,700, അത് നമ്മളിവിടെ എഴുതി, ഇവിടെ അത് എഴുതി, അമൗണ്ട് എഴുതി. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മളിവിടെ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അപ്പം നമുക്ക് നമ്മൾ കിട്ടിയ ടോട്ടൽ സമ്മിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40,200 കിട്ടി. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 40,200 കിട്ടി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. ഓക്കെ, ഇനി പ്രൈം കോസ്റ്റിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഫാക്ടറി ഓവർ ഹെഡ്സ്. നമ്മൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളെയാണ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് 8,300, അത് നമ്മൾ എഴുതി. അതിന് നേരെ 8,300 എഴുതി ഇന്നർ കോളത്തിൽ. അതിൻ്റെ കൂടെ തന്നെ ഇൻഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യനകത്തുണ്ട്. ഇൻഡയറക്റ്റ് വേജസ് 800, അത് ഫാക്ടറിയായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസാണ്. അതിനുള്ള ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ സം നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതി. അപ്പോൾ പ്രൈം കോസ്റ്റും ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 49,300 രൂപയാണ്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതിൻ്റെ ഓപ്പണിങ് അത് ഇവിടെ തന്നുകൊണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റാർട്ടിങ് ഡേറ്റ് തരുന്നതുകൊണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ അങ്ങനെ നോക്കിയേക്കുക. ഓപ്പണിംഗ് നിന്ന് ചില സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് നിന്ന് വരും. എന്തായാലും വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിങ് 8,200, അത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ആദ്യം കിട്ടിയ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം 8,200. ടോട്ടൽ നമുക്ക് 57,500 കിട്ടി. അതിൻ്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിങ്ങിലവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്മ അത് നമ്മൾ 9,100 ലെസ് ചെയ്യണം. ആദ്യം കിട്ടിയ 57,500 ലെസ് ചെയ്ത് തരണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടുന്ന 48,400 നമ്മൾ വർക്ക് കോസ്റ്റ് ആയിട്ട് എടുക്കണം. അത് നമ്മളിവിടെ എഴുതണം, വർക്ക് കോസ്റ്റിന് എഴുതണം, അതിന് നേരെ ഈ സമ്മ. ഓക്കെ, ഇനി അതിൻ്റെ കൂടെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്.
അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിലെ ചിലവുകളാണ് നമ്മളതിന് പറയുന്നത്. അത് നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് ഡയറക്റ്റ് തന്നുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 3500 രൂപ. അത് നമ്മളതിൻ്റെ നേരെ എഴുതി പഴയ സംഭവം ഇതോടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 51,900 രൂപ കിട്ടും. ഈ 51,900 രൂപ നമ്മൾ വിളിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അത് നമ്മളിങ്ങനെ എഴുതണം 51,900. ഇനി അതിൻ്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സ് അതും നമ്മൾ ഓപ്പണിങ് തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിങ് 17,300 അത് നമ്മൾ ആഡ് ചെയ്യണം. അത് അങ്ങനെ കിട്ടുന്ന സംഭവം 69,200 അതിൽ നിന്ന് ഫിനിഷ് ഗുഡ്സ് ക്ലോസിങ്, അതായത് ഫിനിഷ് ഗുഡ്സ് ക്ലോസിങ് 15,700 അത് ലെസ് ചെയ്ത് കളയണം. നമുക്കപ്പോൾ കിട്ടും 53,500. അതിന് നമ്മൾ വിളിക്കാൻ വേണ്ട കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വിൽപ്പനയ്ക്കും അതിൻ്റെ വിൽക്കാനുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എക്സ്പെൻസുകൾ. കാരണം അതിങ്ങനെ പറയുക, അത് നമ്മൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 3,900. അത് നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതി. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സോൾഡും ഇതുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 57,400 ടോട്ടൽ കോസ്റ്റായിട്ട് കിട്ടും. ഇതിനെ വിളിക്കുന്നവരാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഏക ഒരു കാര്യം സെയിൽസ് മാത്രമേ ഉള്ളൂ, 69,200. അത് നമ്മളിവിടെ പ്രോഫിറ്റിന് കുറച്ച് സ്ഥലം വിട്ടിട്ട് ഏറ്റവും താഴെ കൊണ്ട് എഴുതണം 69,700. ഈ പ്രോഫിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ല. പ്രോഫിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ സെയിൽസും നമ്മുടെ ടോട്ടൽ കോസ്റ്റും മൈനസ് ചെയ്യണം. സെയിൽസിൽ 69,700 57,400 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഇനി മൈനസ് സംഖ്യയാണെങ്കിൽ അത് ലോസാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് 12,300 പ്രോഫിറ്റാണ് കിട്ടിയത്. ഇനി നമുക്കിതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. അതാണ് ഈ ഇതുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അതിനോട് നമ്മൾ ആഡ് ചെയ്ത് പർച്ചേസും ക്യാരേജ് ഇൻവോയ്സും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിൽ നിന്ന് ക്ലോസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ ഈ സമ്മില്ലേ 21,800, ഇതിനെ നമ്മളിവിടെ വിളിക്കുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് കണ്ടുപിടിക്കാനുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ക്ലോസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് കിട്ടും. ഇനി പ്രൈം കോസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ സമ്മ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽസ് അത് പ്ലസ് ഡയറക്റ്റ് വേജസ്. ഓക്കെ, ഡയറക്റ്റ് വേജസ്, എക്സ്പെൻസ്, ലേബർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറഞ്ഞ പ്രൈം കോസ്റ്റ്. ഓക്കെ, ഇനി വർക്ക് കോസ്റ്റ് കണ്ടുപിടിയെങ്കിൽ, അത് ഫാക്ടറിയിലെ ചിലവ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്സ്, അതായത് നമ്മുടെ ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സൊക്കെ കൂടെ സമ്മർ ചെയ്ത് ഇതിലൂടെ പ്ലസ് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ വിളിക്കുക വർക്ക് കോസ്റ്റ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സും അത് ആഡ് ചെയ്യണം. അതിന് ശേഷം അതിൽ നിന്ന് ക്ലോസിംഗ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്ത് കാണണം. ഓക്കെ, അതുകൊണ്ട് നോക്കാം. പ്രൈം കോസ്റ്റ് നമുക്കിവിടെ കിട്ടി. അതിനൂടെ ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറിയുടെ എല്ലാ ചിലവുകളും നമ്മൾ കൂട്ടിയാൽ നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതി നമുക്ക് സമ്മ് കിട്ടി. അതിൻ്റെ കൂടെലേക്ക് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, അപ്പോൾ ഒരു സമ്മ് കിട്ടും. അതായത് ഓപ്പണിംഗ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. അതിന് ഇത് ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ആഡ് ചെയ്യുക, ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ലെസ് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് ആഡ് ചെയ്തു സമ്മ് കിട്ടി, അതിന് ശേഷം ക്ലോസിംഗ് നമ്മൾ മൈനസ് ചെയ്തു, നമുക്കൊരങ്ങനെ സമ്മ് കിട്ടി. അതിന് വർക്ക് കോസ്റ്റ് എന്ന് പറയുക. പിന്നെ അടുത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ, അത് ഓഫീസിലെ അഡ്മിനിസ്ട്രേഷനും, അതായത് ഇതിൻ്റെ ഇതോടെ ആഡ് ചെയ്ത് വിടുക. കോസ്റ്റിന് നമുക്ക് കിട്ടിയ വർക്ക് കോസ്റ്റ് കിട്ടിയ ഒരു എമൗണ്ടും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, ഇതിന് ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ OH എന്നാണ് പറയുക, ഓവർ ഹെഡ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സംഭവം കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടണമെങ്കിൽ ഈ കിട്ടിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് ആഡ് ചെയ്യുക, അതിനുശേഷം ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലോസിംഗ് ലെസ് ചെയ്യുക, അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഈ കിട്ടിയ സമ്മ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സോൾഡ്, അതിൻ്റെ കൂടെ നമ്മൾ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് തന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. അതായത് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് എമൗണ്ട് തന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ട്രാവലിങ് എക്സ്പെൻസസ്, സെയിൽസ്മാൻ സാലറി അങ്ങനെയൊക്കെ തരും. അതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓരോന്നിനും ഡിഫറെൻറ്റ് ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പോൾ
ഇത് നമ്മൾ എഴുതുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മുടെ ഈ സെല്ലിങ് ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ ഐറ്റംസും ആഡ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന സമ്മ്, അത് മൈനസ് സെയിൽസ് നമുക്ക് കിട്ടും പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ എഴുതി വെച്ചാൽ നന്നായിരിക്കും. കാരണം ഇത് ഏകദേശം ഒരു ഫോർമുലയാണ്, ലൈക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കിയിരിക്കുക, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.